ചേട്ടാ ഇവിടെ തുറന്നേ, ഡോറൊന്ന് തുറന്നേ. എടുത്തോ, സാധനമൊക്കെ എടുത്തോ? മക്കളെ തുറന്നിടാത്ത പേടി കൊച്ചേ. ഇതിപ്പം കുഴപ്പമുണ്ടോ? വേനുണ്ടോ? തുടങ്ങി മക്കളെ. എടാ ഈ കൊച്ചിയിലാണ് കൊതു എന്നൊക്കെ പറയണത് വെറുതെ. എന്തായാലും അവിടെ ഇരുന്ന ഉള്ള കൊതു അതിനെ കടിച്ച് കണ്ടാ അച്ഛന്റെ കയ്യില് വന്നേക്കണ. ചായ വേണോ? എനിക്ക് ചായ ആയാലും കുഴപ്പമില്ല. എന്റെ ക്ലീറ്റോ വന്നല്ലേ ഉള്ളൂ. ആദ്യം വെള്ളം കൊണ്ടോടി. തൊടല്ലേ നിക്കല്ലേ. വേദന ഉണ്ടോ ഇപ്പൊ? നല്ല സുഖമല്ലേ? കുളിച്ചൊന്ന് മക്കളെ പല്ല് വെച്ചിട്ട് ദോശ വാങ്ങിച്ചോണ്ട് എടുത്ത് കഴിക്കും. ദോശ ഞാൻ മതി. ചായ വെച്ച് എന്നാലും എന്തായാലും കണ്ണി കൊള്ളാനുള്ളത് പുരിവത്ത് കൊണ്ട് പോയിന്ന് പറഞ്ഞാൽ മതി കേട്ടാ. എന്നാലും ഇത് ആരാണ് ഇത് നമ്മളോട് ഇത്ര വൈരാഗ്യം വരാനായിട്ട്? നമ്മളോടല്ല, അവനോട്. എനിക്ക് എങ്ങനെ അറിയാം? പിന്നെ അവനോട് എന്തെന്നാ വൈരാഗ്യം വരാൻ? അവനോട് എങ്ങനെ വൈരാഗ്യം വരാതിരിക്കും? ഞാൻ ആരുടെ എന്തിനു പോണല്ലേ? എന്തോ ഞാൻ മര്യാദക്ക് പോയിട്ട് ഞാൻ ഒരാളുടെയും കാര്യത്തിൽ വിടാണ്. വേണ്ട, അന്ന് കുട്ടപ്പന്റെ അവിടെ ഫ്യൂസ് വരാൻ വന്നപ്പോഴും ഇവന്റെ സംസാരം എന്തൊരു മുടയായിരുന്നു. ഇതുപോലെ ഇലക്ട്രിസിറ്റി ഓഫീസിൽ ഭരണവരടുത്തൊക്കെ മാറായിട്ടാണ് സംസാരിക്കണത്. ഭായി ഇവ ആരാണ്? നീ അല്ലെങ്കിൽ എന്തിനിങ്ങനെ മറ്റുള്ളവരോട് ദേഷ്യപ്പെടുന്നതാ? ഞാൻ ആരുടെ ദേഷ്യപ്പെടുന്നില്ല. ഇത് ചുമ്മാ ഇത് ഇപ്പൊ കയ്യിൽ കൊണ്ടത് ഭാഗ്യായി. വേറെ വല്ലതും പറ്റിയായിരുന്നെങ്കിലോ? പറ്റിയെങ്കിൽ കൊച്ചിനെ തന്ത ഇല്ലാതെ പോകും, അത്രേ ഉള്ളൂ. പിന്നെ അല്ലാതെ എന്തോന്നു? എടാ അളിയാ, ഇനിയെങ്കിലും നീ നിന്റെ സംസാരമൊക്കെ ഒന്ന് ക്ലിയർ ആക്ക്, നിന്റെ കൈയിരിപ്പൊന്ന് നല്ലതാക്ക്, നിന്റെ പ്രവൃത്തികളൊന്ന് നന്നാക്ക്. ഇല്ലെങ്കിൽ ഇതുപോലെ ഇങ്ങനെ പറഞ്ഞില്ലേ, രാത്രി വീട് കയറി വെട്ടും. അതിനും വേണ്ടത് ഞാനൊന്നും ചെയ്തില്ല. എനിക്ക് ഓർമ്മയില്ലല്ലേ ഞാനിങ്ങനെ ആരും അങ്ങനെ. നിനക്ക് ഓർമ്മിച്ച് വെക്കാക്കില്ല, കാരണം മുഴുവനും ശത്രുക്കളാ. ഇലക്ട്രിസിറ്റി ഓഫീസിൽ വരണവരും ഫ്യൂസ് ഊരാൻ പോണെടുത്തും ഒക്കെ ശത്രുക്കളാ. ഏട്ടൻ എന്തിനാ ഒറ്റക്ക് പോയി വാതിൽ തുറക്കാൻ പോയത്? എന്നെ കൂടെ വിളിക്കായിരുന്നില്ലേ? ശബ്ദം കേട്ട് ഞാൻ ഓടി വന്നില്ലായിരുന്നെങ്കില്? എടി അത് ഒരാൾ 2 പ്രാവശ്യം കോളിമേൽ അടിച്ചപ്പോ എനിക്കാണെങ്കിൽ ഒന്നും മനസ്സിലായില്ല. ഞാൻ വിചാരിച്ചു ആരും ഉറക്കച്ചടവില്ലായിരുന്നോ കഥവ് തുറന്നത്. നിനക്ക് നിന്റെ ഓർമ്മയിൽ ആരെങ്കിലും ഉണ്ട്? ഇന്നലെ ഞാൻ ഈ 2 ദിവസത്തിനകത്ത് ആരോടെങ്കിലും വഴക്ക് കൂടിയാ ഇലക്ട്രിസിറ്റി ഓഫീസില്? ഇത് ഇങ്ങനെ ഗണിച്ചും കൂട്ടിയും കണ്ടുപിടിക്കേണ്ട കാര്യമൊന്നുമല്ല. പോലീസ് സ്റ്റേഷനിലോട്ട് പോയിട്ട് പരാതി കൊടുക്ക്. നമ്മുടെ വീട്ടിൽ ആള് കയറി വെച്ചു. മണ്ണം പുണ്ണാക്ക് പറഞ്ഞോളൂ, വർത്താനം പറയല്ലേ. ഈ ഇങ്ങനെ വെട്ടാൻ ധൈര്യമുള്ളവന്മാര് പോലീസുമായിട്ട് നല്ല ബന്ധവും നല്ല പിടിപാടും ഉള്ളവന്മാരായിരിക്കും വന്ന് വെട്ടിയിട്ട് പോയത്. അല്ലാതെ അങ്ങനെ ആരും വരൂല. പരാതി പറയണ്ടേ? എന്തിനു ചുമ്മാ ആവശ്യമില്ല. നീ ഒന്ന് പോയിക്കാണോ? നിനക്ക് പറ്റില്ലെങ്കിൽ ഞാൻ പോവാ. അയ്യോ എടി ഇതൊക്കെ ഇതിന്റെ പിറകെ നടക്കേണ്ട കാര്യം. ഇതൊക്കെ വലിയ സംഘങ്ങളൊക്കെ ആണെങ്കിൽ പിന്നെ നമുക്ക് അതിന്റെ പിറകെ നടക്കാൻ. നിങ്ങൾക്കൊക്കെ ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ മതി. ഞങ്ങളെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മുള്ളിനെ മുള്ളുകൊണ്ട് എടുക്കണം, വെട്ടിന് തിരിച്ചു വെട്ടും. ചുമ്മാ നമുക്ക് ഇതിനൊന്നും വയ്യ. ആര് വെട്ടാൻ പോണ്? എടി ഒരു വാക്ക് പറഞ്ഞ പിള്ളേര് വരും. ആരെ പോയി വെട്ടുന്നു? ആരെ പോയി വെട്ടും എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. അത് അവന്റെ ഇഷ്ടം എടുക്കണം. ചേട്ടാ പോലീസിൽ പരാതി കൊടുത്താൽ മതി. ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടാളിയാ, നീ ഈ പണി കള, അതങ്ങ് ഉപേക്ഷിക്കും. നിനക്ക് പറ്റിയതല്ല ഈ ലൈൻമാൻ പണി. എടാ ഇത്ര കഷ്ടപ്പെട്ടാണ് അവര് സർക്കാർ ജോലി കിട്ടുന്നത്, അതാ കളയാൻ പറ്റുമോ? അല്ല എന്നാ അതിന്റെ രീതിക്ക് മര്യാദയ്ക്ക് ആൾക്കാരോട് കുറച്ചുകൂടെ നല്ല രീതിയിൽ ഇടപെടാൻ പഠിക്കുന്നേ. നിനക്ക് ഇല്ലാത്തത് ആ ഒരു ക്വാളിറ്റിയാണ്, എങ്ങനെ പെരുമാറണമെന്ന്. ഇവിടെ എൻ്റെ അടുത്ത് ചാടി കടിക്കും പോലെ തന്നെ നീ വെളിയിൽ പോയി ആൾക്കാരുടെ അടുത്ത് ചാടി കയറുന്നത്. നിനക്കിനി അങ്ങനെയൊക്കെ നാവിന് ചൊറിച്ചിൽ വരുമ്പോൾ നീ അവളുടെ അടുത്ത് തീർക്ക്. അവളെ വല്ലതും ചീത്ത വിളിച്ചോ? പ്രശ്നമില്ലല്ലോ. പക്ഷെ വീട്ടിൽ ഇവിടുന്ന് പുറത്തിറങ്ങിയിട്ട് നീ ആലോചിക്കണം. നിനക്ക് ഭാര്യയുണ്ട്, കുട്ടിയുണ്ട്, അമ്മയുണ്ട്, സഹോദരങ്ങളുണ്ട് എന്നൊക്കെ ആലോചിച്ചിട്ട് വേണം വർത്താനം പറയാൻ. നിങ്ങൾ ഈ പറഞ്ഞത് ഞാൻ ലോകത്തെ ഏറ്റവും വലിയ ഗുണ്ടാണെന്ന് തോന്നുന്നില്ല. വെളി കിടന്ന് വഴക്കുണ്ടാക്കാൻ പോണ ആളാണ് ഞാൻ. ആയിരിക്കും. അല്ലെങ്കിൽ പിന്നെ അവന്മാരോട് നിന്നെ ഇത് ചെയ്യാൻ പറ്റുമോ? നീ അത്രയും മോശമായിട്ട് എന്താ പെരുമാറിയിട്ടുണ്ട്. നമുക്ക് ഈ ജോലി വേണ്ട കേട്ടോ. ഒന്ന് വന്ന അത്യാവശ്യം ഒരു കാര്യം പറയാനുണ്ട്. ഒരുത്തം വെട്ടുമാറ്റോണ്ടോ നിൽക്കണ്ടില്ലേ? എന്റെ അളിയ നമുക്ക് ചതി പറ്റിയെന്ന്. നീ വാ, ഒരു കാര്യം പറയാനുണ്ടെന്ന്. എന്താ പ്രശ്നം പറയും? എന്റെ അളിയ ഈ കാര്യം പറയാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അളിയ ഒന്ന് വന്നേ. ഈ കാര്യം ഈ കാര്യം പറയലേ കളിക്കാതെ. എന്താന്നറിയാവോ? അറിയാൻ പറ, നീ കളിക്കാതെ. അളിയ നമുക്ക് ചതി പറ്റി അളിയാ.
എന്റെ അളിയ ഇത് നിനക്ക് വെച്ച കൊട്ടേഷനാ. ഇത് ആള് മാറിയാണ് കനകനെ വെട്ടിയത്. ആള് മാറി വെട്ടിയെന്ന് അളിയാ. ഇത് ചെയ്യിച്ചത് ആരാന്നറിയാമോ? നമ്മുടെ പ്രസിഡന്റ്. അളിയ നിന്നെ രക്തസാക്ഷിയാക്കി സഹതാപം ഉണ്ടാക്കി വോട്ട് പിടിക്കാനുള്ള പരിപാടിയായിരുന്നു അയാൾ. എങ്കിൽ ഇത് ചെയ്യുമോ നമ്മളടുത്ത്? ഇതാരാ പറഞ്ഞത്? ഇത് നടരാജൻ പറഞ്ഞു. നടരാജൻ അവ എങ്ങനെ കേട്ട്? എന്നാ ആ പൊട്ടനോട് ഞാൻ ചോദിച്ചു, നിനക്ക് അത് നേരത്തെ പറഞ്ഞുകൂടായിരുന്നു. അപ്പൊ അവൻ പറയാണ് അവൻ അറിഞ്ഞില്ല ഇത് ഇത്ര പെട്ടെന്ന് ചെയ്യുമെന്ന്. ലിറ്റോചേട്ടനിപ്പോ തൃപ്തിയായല്ലോ. ലിറ്റോചേട്ടൻ ഇവിടുന്ന് പ്രസംഗിക്കുന്നുണ്ടായിരുന്നല്ലോ. ആർക്കാ ശത്രുക്കളുള്ളത്? ഏട്ടനാണോ ശത്രുക്കളുള്ളത്? ഞാൻ കെട്ടി വന്ന കാലം തൊട്ട് കാണുന്നതൊക്കെ ലിറ്റോചേട്ടൻ ഉണ്ടാക്കി വെക്കുന്ന ഓരോ പ്രശ്നങ്ങൾ. എന്റെ കൊച്ചിന്റെ ഭാഗം കൊണ്ട് ഏട്ടൻ ഇത്രേ സംഭവിച്ചുള്ളൂ. അല്ലായിരുന്നെങ്കിലോ കണ്ട ഗുണ്ടകൾ വരെ വീട്ടിൽ കയറി വെട്ടാൻ തുടങ്ങി. ഏട്ടാ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഞാനും കൊച്ചു ഇന്ന് ഇവിടെ നിന്ന് ഇറങ്ങും. ഏട്ടൻ എന്താന്ന് വെച്ചാൽ തീരുമാനിക്കാം. വേണമെങ്കിൽ എന്റെ കൂടെ വരാം, അല്ലെങ്കിൽ ഇവരെ സേവിച്ച് ഇവിടെ നിന്നോ. എത്ര നാളായി അനുഭവിക്കാൻ തുടങ്ങിയിട്ട്. മറുപടി പറയണില്ല ഇതിന്. നിങ്ങൾ എന്തേ കാണിച്ചു കൂട്ടണത്? പാർട്ടിന്ന് പറഞ്ഞ് നേരം വെളുക്ക വീട്ടിൽ നിന്ന് ഇറങ്ങും. കുടുംബം നോക്കണ്ട, കൊച്ചുങ്ങളെ നോക്കണ്ട. എന്നിട്ട് ഈ പാർട്ടി നിങ്ങൾക്ക് എന്താ തന്നത്? നിങ്ങളുടെ ജീവൻ എടുക്കാൻ വേണ്ടി പോയേക്കണ്. നല്ല പാർട്ടി. എനിക്ക് മനസ്സിലാവണില്ല ക്ലീറ്റോ, നിങ്ങൾ എന്താ ചെയ്യണെന്ന്. ഇവൻ എന്തെങ്കിലും പറ്റിയായിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് മറുപടി പറഞ്ഞേനെ? ആ കൊച്ചിനോട് നിങ്ങൾ എന്ത് മറുപടി പറഞ്ഞേ? പാർട്ടി പ്രമുഖൻ എന്ന് പറഞ്ഞ് നടക്കണ്ടല്ലോ നിങ്ങൾ. എന്ത് പ്രമുഖനെ ക്ലീറ്റോ? മുകളിലുള്ളവൻ താഴെയുള്ളവനെ വെട്ടും, താഴെയുള്ളവൻ അതിന് താഴെയുള്ളവനെ വെട്ടും. മനുഷ്യനാണോ നിങ്ങളൊക്കെ? ജനങ്ങളെ സേവിക്കാൻ നിങ്ങൾ ഇത്രയും കാലം പാർട്ടിയുടെ പുറകെ നടന്നിട്ട് കുറെ കിട്ടിയല്ലോ. നിന്ന് കൊടുക്ക്, കഴുത്ത് നീട്ടി കൊടുക്ക്, വെട്ടിയെടുക്കട്ടെ. ഞങ്ങൾക്ക് എന്തായാലും ഉപകാരം ഇല്ലല്ലോ.